ശ്രീ ഉല്ലാസ് ബാബു, ഇന്നിപ്പോ നിങ്ങളുടെ നേതാക്കൾ മാധ്യമങ്ങളെ കാണുമ്പോൾ പറയുന്ന RSSന്റെ ശക്തി എന്താണ് എന്ന് 23-ാം തീയതി അറിയാം എന്നുള്ളതാണ്. RSSന്റെ പ്രവർത്തനം നിങ്ങൾക്ക് പാലക്കാട് വിജയം നേടിത്തരും എന്നുള്ളതാണോ നിങ്ങളുടെ ആത്മവിശ്വാസം BJPയുടെ സംഘടനാ സംവിധാനത്തിനപ്പുറത്ത്? മധു നേരത്തെ മധുവിന് നാവുടക്കിയതാണോ അതോ മാതൃഭൂമിയുടെ ഒരു അജണ്ട വന്നതാണോ എന്നറിയില്ല. BJP ചിത്രത്തിലേ ഇല്ല എന്ന് മറ്റുള്ളവർ പറഞ്ഞു എന്നൊരു വാക്ക് പറഞ്ഞു. അങ്ങനെ പറഞ്ഞതായിട്ട് എനിക്ക് തോന്നുന്നില്ല. കാരണം പാലക്കാട് തെരഞ്ഞെടുപ്പിൽ മാതൃഭൂമിയുടെ റിപ്പോർട്ടർമാർ പോലും പറയില്ല BJP ചിത്രത്തിലില്ല എന്ന്. 23-ാം തീയതി മധു കൃത്യമായി BJPയുടെ സ്ഥാനം BJP ചിത്രത്തിലില്ല എന്ന ഭാഷ മധു ഉപയോഗിച്ചു. അത് തെറ്റാണ് മധു, അത് തെറ്റാണ്. മധുവിന്റെ ഭാഗത്ത് അത് ഉണ്ടാവാൻ പാടില്ലാത്തതായിരുന്നു. തർക്കമില്ല. മധു BJP ചിത്രത്തിലില്ല എന്ന് മധുവിനോട് പാലക്കാടിലുള്ള മാതൃഭൂമിയുടെ റിപ്പോർട്ടർമാരെങ്ങാനും പറഞ്ഞിരുന്നോ? എങ്കിൽ അവർ ഒരു സംശയവും വേണ്ട, അവർ അറിവില്ലായ്മയാണ് പറഞ്ഞതെന്ന് ഞാൻ പറയട്ടെ. നിങ്ങൾ കേൾക്കുന്നില്ലേ? നിങ്ങളുടെ രാഷ്ട്രീയ എതിരാളികൾ പറയുന്ന കാര്യമാണ് പറയുന്നത്. അതന്നെയാണ് ജ്യോതികുമാർ ചാമക്കാല പറഞ്ഞത്. BJPയും കോൺഗ്രസുമായിട്ടാണ് ഇവിടെ മത്സരം എന്ന് പറഞ്ഞില്ലേ? വീണ്ടും തിരുത്തി പറഞ്ഞില്ലേ? മാധു പറഞ്ഞത് തെറ്റാണെന്ന് പറഞ്ഞില്ലേ? അപ്പൊ എന്താ മാധു കേട്ടില്ല? അപ്പോട്ട് അത് വിട്ടേക്ക്. മാധുവിന് തെറ്റുപറ്റിയത് എനിക്ക് മനസ്സിലാവും. മാധു സമ്മതിക്കണമെന്നില്ല. LDFും UDFും അങ്ങനെ പറഞ്ഞു പോരുത്. LDFും UDFും തമ്മിലാണ് മത്സരം എന്ന് LDF പറയുന്നുണ്ട്. കോൺഗ്രസിലെ തന്നെ ചില നേതാക്കളും അങ്ങനെ പറയുന്നുണ്ട്. അങ്ങനെ പലർക്കും പല അഭിപ്രായങ്ങളുണ്ട്. അല്ലാതെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന നിങ്ങൾക്ക് അനുകൂലമാകുന്ന ചോദ്യങ്ങൾ അങ്ങനെ ചോദിക്കാനാണെങ്കിൽ ഞാൻ എടുത്തിട്ടില്ലല്ലോ. നിങ്ങളുടെ പാർട്ടി ഓഫീസിൽ നിന്ന് എഴുതുന്ന ചോദ്യം അങ്ങനെ അയച്ചു തന്നാൽ മതിയല്ലോ. എനിക്ക് എൻ്റെ പാർട്ടി ഓഫീസിൽ നിന്ന് എഴുതി തന്ന ചോദ്യം മാധു ഒരിക്കലും ചോദിക്കേണ്ട. ഞങ്ങളുടെ പാർട്ടി ഓഫീസിലെയും ഞങ്ങളുടെ നേതാക്കന്മാരെയും മാധുവിനെ പോലുള്ളവർ സപ്പോർട്ട് ചെയ്യുമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല. ഞങ്ങൾക്ക് സപ്പോർട്ടും വേണ്ട. മാധു, ഞങ്ങൾ ഈ ജനാധിപത്യ വ്യവസ്ഥയിൽ ജയിക്കില്ല എന്നറിഞ്ഞ കാലത്ത് പോലും നിങ്ങളുടെ ഒന്നും ഒരു സപ്പോർട്ടില്ല. ഞങ്ങൾ ഈ ജനങ്ങളുടെ ഇടയിൽ പ്രവർത്തിച്ചത് ഇന്ന് ഈ നിമിഷം ഉണ്ടായിട്ടുള്ളത് മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ ആ പ്രയാസമൊക്കെ അനുഭവിച്ച കാലഘട്ടത്തിൽ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം പാലക്കാട് അല്ലല്ല, ഞങ്ങൾ ആയിക്കോട്ടെ, നിങ്ങൾ എടുത്തോ. നിങ്ങൾ ഈ ചിത്രത്തിലില്ല എന്ന് പറഞ്ഞ വ്യക്തിയല്ലേ ഞങ്ങള്. പാലക്കാട് ഞങ്ങൾ ചിത്രത്തിലുണ്ടോ ഇല്ലേ എന്ന് 23-ാം തീയതി പെട്ടി തുറക്കുമ്പോ കൃഷ്ണകുമാർ വിജയിക്കുമ്പോ അങ്ങനെ പറഞ്ഞിട്ടില്ല. ക്രമാനുഗതമായി വോട്ട് വർദ്ധിപ്പിക്കുന്ന ഒരു മണ്ഡലത്തിൽ BJP ചിത്രത്തിലില്ല എന്ന് പറയാനുള്ള ബോധക്കുറവൊന്നും എനിക്കില്ല. നിങ്ങളുടെ പറയുന്ന വിമർശനം ചൂണ്ടിക്കാണിക്കുന്നതേയുള്ളൂ. അതെന്റെ ഉത്തരവാദിത്തമാണ്. പറഞ്ഞില്ല എന്ന് പറഞ്ഞു. ആയിക്കോട്ടെ, ഞാൻ മാധു എന്നെ പറ്റിക്കുക എന്ന് പറഞ്ഞിട്ടാണെന്നറിയോ ഈ തർക്കം ഉണ്ടാക്കിയിട്ട് ഞാൻ നിങ്ങളോട് ആവർത്തിച്ചു എന്റെ അഭിപ്രായം അല്ല എന്ന്. എന്നിട്ട് നിങ്ങൾ എന്നോട് വെച്ചുവെക്കാൻ വരികയാണ്. എന്റെ അഭിപ്രായം അല്ല ശ്രീ ഉല്ലാസ് ബാബു, ഞാൻ അങ്ങനെ എന്റെ അഭിപ്രായം പറഞ്ഞതല്ല. മാധു ഒരു കാര്യം, മാധു പ്രസംഗിച്ചു, ഞാൻ പ്രസംഗിക്കുന്നില്ല. ഈ ജ്യോതികുമാർ ചാമക്കാലോടും ആർഷോടും കാണിക്കുന്ന ഒരു നീതി നമ്മളോട് കാണിക്കും. മാധു രാഷ്ട്രീയമേറിയിരിക്കാം, ഒരു മാന്യത കാണിക്കുക. മറുപടി പറയട്ടെ, ഞാൻ നിങ്ങൾ ക്ഷണിച്ചു വന്ന ആളല്ലേ, ഒരു ജെനുവിനിറ്റി കാണിക്കുക. ഈ ശ്രീധരന് കിട്ടിയ വോട്ട് വളരെ ബഹുമാനത്തോടെയാണ് ഞാൻ അങ്ങയുടെ പാർട്ടിയുടെ ഒരു പ്രതിനിധിയെ ക്ഷണിച്ചത്. ഞാൻ പറയാത്തൊരു കാര്യം അങ്ങ് പറഞ്ഞാൽ ഞാൻ പറയണ്ടേ? ഒരു തെരഞ്ഞെടുപ്പിന്റെ തലേ ദിവസം ഒരു പാർട്ടി ചിത്രത്തിലില്ല എന്നൊരു പ്രഖ്യാപനം ഞാൻ നടത്തുന്നത് എന്ത് നീതികേടാണ്? അത് ഞാൻ ചെയ്തു എന്ന് അങ്ങ് ആരോപിച്ചാൽ എനിക്ക് തിരുത്തണ്ടേ? അതാണ് ഞാൻ പറഞ്ഞത്. നിങ്ങളാണല്ലോ അത് പറഞ്ഞത്. എത്ര വഴക്കുണ്ടാക്കണ്ട എന്ന് കരുതിയാൽ നിങ്ങൾ എന്തിനാ എന്റെ വെക്കിട്ട് കയറി? ഞാൻ പ്രേക്ഷകരോട് പറയുന്നു, അത് ഞാൻ അങ്ങയുടെ ചോദ്യത്തിന് മറുപടി അങ്ങ് പറയൂ ദയവ് ചെയ്ത്, പ്ലീസ് പ്ലീസ്. എനിക്ക് അങ്ങനെ പ്ലീസ് വേണ്ട, കൃത്യമായി മറുപടി പറയും. മാധു, സി കൃഷ്ണകുമാർ മത്സരിക്കുന്നത് ഈ മുനിസിപ്പാലിറ്റിയിലും പ്രായരിയിലും മാത്തൂരും കണ്ണാടിയും അടങ്ങുന്ന നിയമസഭാ മണ്ഡലത്തിൽ ഷാഫി പറമ്പിൽ എന്ന് പറയപ്പെടുന്ന കോൺഗ്രസിന്റെ നേതാവ് 13 വർഷമായിട്ട് ഒരു ചൂക്കും ചിണ്ണാമും ചെയ്തിട്ടില്ല എന്ന് മാത്രമല്ല, കർഷകരായിട്ടുള്ള വിദ്യാർത്ഥികളായിട്ട് വളർന്നു വരുന്ന യുവതലമുറ അടക്കമുള്ള അമ്മമാരും വയസ്സായവരും അടക്കമുള്ള മെഡിക്കൽ കോളേജ് ആരോഗ്യ പ്രശ്നമടക്കമുള്ള തൊഴിൽ പ്രശ്നമടക്കമുള്ള ഇവിടുത്തെ പൊതുവായിട്ടുള്ള വിഷയങ്ങൾ
എന്ന് പറഞ്ഞാൽ ചെറിയ ചെറിയ കാര്യങ്ങളിൽ പോലും ഒരു ഇടപെടലും നടത്താതെ തന്നെയാണ് ഷാഫി വിജയിച്ചു പോകുന്നത്. കഴിഞ്ഞ പ്രാവശ്യം മെട്രോമാൻ ബഹുമാനനായിട്ട് ശ്രീ ശ്രീധരൻ സാറെ പരാജയപ്പെടുത്തിയത് ഇടതുപക്ഷവും വലതുപക്ഷവും തമ്മിൽ പഞ്ചായത്തുകളിൽ ഒത്തുകളിച്ചുകൊണ്ട് ന്യൂനപക്ഷ ഏകീകരണം കൃത്യമായി BJPക്ക് നേരെ വർഗീയ അജണ്ട സൃഷ്ടിച്ചുകൊണ്ട് തന്നെയാണ് ഇവർ ആ പരിപാടി നടത്തിയത്. അത് ഇനിയും ജനങ്ങളെ പറ്റിക്കാൻ പറ്റില്ല. ജനങ്ങൾ തിരിച്ചറിഞ്ഞിരിക്കുന്നു. അദ്ദേഹമായിരുന്നു ഇവിടെ ജയിച്ചതെങ്കിൽ ഈ 3.5 വർഷം കൊണ്ട് അല്ലെങ്കിൽ 4 വർഷം എത്തി നിൽക്കുന്ന ഈ സമയം കൊണ്ട് എത്ര മനോഹരമായിരുന്നേനെ പാലക്കാട് എന്നുള്ള ബോധ്യം ജനാധിപത്യ വിശ്വാസമുള്ള സമൂഹത്തിലുണ്ട്. പിന്നെ ഈ കേരളം കാണാൻ പോകുന്ന ഏറ്റവും വലിയ തിരുത്തൽ ശക്തിയാവുക പാലക്കാടുള്ള ജനങ്ങളാണ്. കാരണം നിങ്ങളൊക്കെ 3ാം സ്ഥാനത്തേക്ക് തള്ളി പറഞ്ഞയച്ചില്ലേ തൃശ്ശൂർ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ സുരേഷ് ഗോപി വിജയിക്കില്ല എന്ന് പറഞ്ഞ്. ആ സുരേഷ് ഗോപി 3-ൽ നിന്ന് 1-ലേക്ക് എത്തി കൃത്യമായ ഭൂരിപക്ഷത്തോടു കൂടി ജയിച്ച ഒരു ചരിത്രം നമുക്ക് 3-4 മാസം മുൻപുണ്ടായിട്ടുണ്ടല്ലോ. അതേ ചരിത്രം എന്തുകൊണ്ടാണെന്ന് പറയാം, ജനാധിപത്യ വിശ്വാസികളിൽ നിന്ന് നമ്മൾ എപ്പോഴും പറയുന്നത് നമ്മുടെ മിടുക്കരായിട്ടുള്ള വോട്ടർമാർ കൃത്യമായി കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ തുടങ്ങി എന്നുള്ളതാണ്. ഈ പാലക്കാടും അവർ തിരുത്തൽ ശക്തികളാവും. കാരണം കർഷകനെ സംബന്ധിച്ചിടത്തോളം ഡയറക്റ്റ് കേന്ദ്രവിഹിതം അവൻ്റെ അക്കൗണ്ടിലേക്ക് വരുമോ എന്നാണ് അവൻ്റെ ആവശ്യം. ഒറ്റ മിനിറ്റ് അവൻ്റെ ആവശ്യമുള്ളത്. കേന്ദ്ര സർക്കാർ കൂട്ടുമ്പോൾ കേരള സർക്കാർ കുറയ്ക്കുന്ന നയമൊന്നും നിർത്തലാക്കാൻ സുരേഷ് ഗോപിക്ക് മിനിഞ്ഞാന്ന് കർഷകർ വന്ന് നിവേദനം കൊടുത്തു കഴിഞ്ഞു. ഇവിടുത്തെ സാധാരണക്കാരായിട്ടുള്ള BTech, BCom, MCom, MA, BA, സെറ്റ്, നെറ്റ് ഇതൊക്കെ കഴിഞ്ഞ് ചെറുപ്പക്കാരെ തൂപ്പ് പണിക്ക് പോകുന്നത് നിങ്ങളുടെ പത്രം ഇന്ന് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഈ ഗുരുവായൂർ ദേവസ്വത്തിൽ വക്കീലന്മാരടക്കം LLB കഴിഞ്ഞ കുട്ടികളടക്കം തൂപ്പ് പണിക്ക് പോയിക്കൊണ്ടിരിക്കുക. ഈ ഗതികേടവസ്ഥ പാലക്കാട് ഉണ്ടാക്കിയത് ഈ ജ്യോതികുമാറിന്റെ പാർട്ടിയുടെ നേതാക്കന്മാരാണ്. ശ്രീകണ്ഠനടക്കം ഷാഫി അടക്കമുള്ള ആളുകൾ MP രാജേഷ് കൃത്യമായി പങ്കാളിത്തമുണ്ട്. ശ്രീകണ്ഠനും ഷാഫിയും കൂടി ഒരുമിച്ചുണ്ടാക്കിയിട്ടുള്ള ഒരു 10 പേർക്ക് തൊഴിൽ കൊടുക്കുന്ന ഏതെങ്കിലും ഒരു പദ്ധതി ഈ പാലക്കാടിന്റെ നിയോജക മണ്ഡലത്തിലുണ്ടോ എന്ന് ചാമക്കാലം ഒന്ന് അന്വേഷിച്ച് നോക്ക്. മാത്തൂരോ കണ്ണാടിയിലോ പ്രായരിയിലോ പാലക്കാട് മുനിസിപ്പാലിറ്റിയിലോ സ്വന്തമായിട്ടുള്ള താല്പര്യത്തിന് സ്വന്തമായിട്ടുള്ള ഡിസിഷൻ എടുത്തുകൊണ്ട് ഒരു റിസ്ക് എടുത്തുകൊണ്ട് 10 പേർക്ക് തൊഴിലുണ്ടാക്കുന്ന ഒരു പദ്ധതി ഉണ്ടാക്കി കൊണ്ടുവന്നിട്ട് നിങ്ങൾ വർത്തമാനം പറ. നിങ്ങൾ ഈ പൊതുസമൂഹത്തെ ചതിച്ചു, വഞ്ചിച്ചു, പറ്റിച്ചു, പാലക്കാട് മണ്ഡലത്തെ നിങ്ങൾ തള്ളിയിട്ടു. ഷാഫി എന്ന് പറയപ്പെടുന്ന ഒരു ഗുണവും ചെയ്യാത്ത അതിനുള്ള മറുപടി 23 കൃഷ്ണകുമാർ വിജയിച്ചിരിക്കും. ഒരു സംശയമില്ല. കാരണം കൃഷ്ണകുമാർ ഇതാണ് BJP